ദിയുടെ മുൻ കാമുകന് അനിയത്തിയെ വ്യക്തിഹത്യ ചെയ്ത് അഹാനെ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അന്ന് കണ്ടപ്പോൾ അഹാനെ അത് ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. കമൻറ്റ് ഇത്രയാണ്: ആഹാ, യൂട്യൂബേഴ്സിന് ചാകരയല്ലേ, എന്തൊക്കെയാണ് എവിടേക്കാണ് വിഷയങ്ങളാണ് ആടാ. അങ്ങനെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയിരുന്ന് സംസാരിക്കാണ്ട് നിൽക്കുക? ചില വിഷയങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ച് ഒഴിവാക്കിയാലും വീണ്ടും അതിങ്ങനെ ചാടി വരും. അങ്ങനെ ചാടി വന്നൊരു കണ്ടൻറ്റാണ് അഹാനയുടെ കോൺട്രവേഴ്സി, അല്ലെ KK ഫാമിലിയുടെ ഒരു കോൺട്രവേഴ്സി. ഇവരുടെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുന്നത്. കാരണം ഒന്നൊന്നായി വരിക. ഒന്നെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കോൺട്രവേഴ്സി, പണ്ടത്തെ മറ്റേ കുഴിയിലിട്ട് അരി കൊടുക്കുന്ന ചോറ് കൊടുക്കുന്ന സാധനം, അല്ലേ സിന്ധു കൃഷ്ണ ഓഫ് കോഴ്സ് ദ മെയിൻ സ്റ്റാർ, അഹാന ദ മെയിൻ സ്റ്റാർ, ദിയ ഓഫ് കോഴ്സ് ദ പ്രോ സ്റ്റാർ, ഹൻസുബി ഒരൊറ്റ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ അതൊരു ഒന്നൊന്നര കോൺട്രവേഴ്സിയാണ്. ഈശാനി മാത്രമാണ് രക്ഷപ്പെട്ട് സൈലൻ്റായിട്ട് ആ മൂലയ്ക്ക് കൂടെ പോകുന്നത്. അങ്ങനെ തന്നെ പോവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറേ പേരെ വ്യക്തി ഈശാനിനെ കുറിച്ച് മേ ബി ജാട, നിങ്ങളുടെ ഫാമിലിയിൽ തീരെ മിണ്ടാത്ത, കോപ്പറേറ്റീവ് അല്ലാത്ത ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെ മിണ്ടാണ്ട് കോപ്പറേറ്റീവ് അല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് അടിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പം അഹാന കൃഷ്ണ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഒന്ന്, ഓമീസ് ബർത്ത്ഡേ, വേർ ഈസ് അഹാന കൃഷ്ണ, വേർ ഈസ് അഹാനാസ് പോസ്റ്റ് എന്നീ സാധനങ്ങൾ, ആൻഡ് ദിയ കൃഷ്ണയുടെ സ്റ്റോറി, അഹാന കൃഷ്ണ ഡിലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി, ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കോണ്ടന്റ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ തുടക്കം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്നില്ല, കാരണം കുഞ്ഞു ബേബിയാണ്. ബേബിയുടെ ഫോട്ടോ ഒരിക്കലും ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം. അതിട്ടത് ഓഫ് കോഴ്സ് ദിയ ആണ്. ദിയ മെൻഷൻ ചെയ്തത് വാവയുടെ ഒരു ഫോട്ടോ ഇടുന്നു, എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ വാവയുടെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ദിയയുടെ സ്റ്റോറി പോയി നോക്കിയ സമയത്ത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്നുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഏതോ ഒരു സ്ഥലത്താണ് ദിയ പോയിട്ടുള്ളത്. എനിക്ക് എന്തായാലും ദിയയും അശ്വിനും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഓമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ വന്ന സമയം തൊട്ടിട്ട് ഈ ഒരു 1 ഇയർ വരെ ആ ഫാമിലിയിലുള്ള എല്ലാ വ്യക്തികൾ, ഈവൻ 4 സിസ്റ്റേഴ്സും കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ആ ബേബീനെ എത്രത്തോളം ടേക്ക് കെയർ ചെയ്തു, ആ ബേബീനെ എത്രത്തോളം ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ബേബീൻ്റെ ഓരോ വളർച്ചയ്ക്കും എന്തൊരു ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഫോളോവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈ ദിയ കുട്ടിയുടെ ബർത്ത്ഡേ ഇവരെല്ലാവരെയും കൂട്ടി സെലിബ്രേറ്റ് ചെയ്യാണ്ട് ഇവർ രണ്ടുപേരും മാറിപ്പോയി എന്നൊരു ചോദ്യം വന്നു. അതിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഒന്നെങ്കിൽ ദിയയും അഹാനയും തെറ്റി, അല്ലെങ്കിൽ അഹാനയും അശ്വിനും തെറ്റി. ഇപ്പോഴത്തെ ഈ ഫോളോവേഴ്സ് അൺഫോളോയിങ് കണ്ടതിൽ നിന്ന് അതാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ദിയയും അശ്വിൻ്റെ ഫാമിലിയും തെറ്റി. എന്തായാലും KK ഫാമിലീൻ്റെ ഉള്ളിൽ വലിയൊരു വിള്ളലുകൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പോയത്. ഇവരിനി എന്ത് എക്സ്പ്ലനേഷൻ തന്നാലും, എന്ത് എക്സ്ക്യൂസ് തന്നാലും, ഇനി സെക്കൻഡ് ബർത്ത്ഡേ, തേർഡ് ബർത്ത്ഡേ, ഫോർത്ത് ബർത്ത്ഡേ ഓക്കെ ഫൈൻ. പക്ഷെ ബേബിയുടെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ വരുന്ന സമയത്ത് അവർ ഒന്നും വേണ്ട, തലേ ദിവസം ഒരു കേക്ക് കട്ടിങ് ചെയ്ത് അന്ന് അവർ പോയാലും ഇറ്റ് വാസ് ഓക്കെ. പക്ഷെ അവിടെ ഫ്രെയിം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മനസ്സിലായാൽ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഞാൻ ദിയയുടെ അക്കൗണ്ട് കയറി ഒന്ന് പരതിയ സമയത്ത് ദിയ എന്ത് ചെയ്തിട്ടുണ്ട്, വാവയുടെ കുറേ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റുകളുടെ താഴെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇഷാനി കൃഷ്ണ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അവർ ഡാർലിംഗ് പ്രിൻസസ് സ്റ്റോപ്പ് ഗ്രോയിങ് സോ ക്വിക്ലി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിൻ്റെ സെയിം വീഡിയോൻ്റെ താഴെ ഹൻസുബി ഓംഷി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടു. ഓമി മൈ ലവ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് സിന്ധു കൃഷ്ണയും ഇട്ടിട്ടുണ്ട്. KK കൃഷ്ണകുമാർ പിന്നെ ഈ പരിപാടിക്കൊന്നുമില്ല. വേറൊരു ബേബിയുടെ ഒരു പോസ്റ്റ് ഇട്ടതിൽ ഹാപ്പി ബർത്ത്ഡേ ഓമി പ്രിൻസസ് എന്നിട്ടു. അതിന് കുറേ ആൾ പ്രിൻസസ് അങ്ങനെ കുറേ കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഓമി വാവേ എന്ന് പറഞ്ഞിട്ട് ഹൻസുബിയും ഇട്ടിട്ടുണ്ട്. അപ്പം ഓമിയുടെ ഈ ഒരു സാധനങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ, ഇഷാനീൻ്റെ, ഹൻസികയുടെ, അതുപോലെ തന്നെ സിന്ധു കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ ഓമിയുടെ ഫോട്ടോസ് ഉണ്ട്, ഓമിയുടെ ഈ റീസെൻ്റ്ലി ഇട്ട വീഡിയോസ് ഉണ്ട്, ഓമിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ദിയ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ദിയ ഇട്ട സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഒരു സ്ക്രീൻഷോട്ട്, അതിൽ ഏറ്റവും മുകളിൽ 12 മണി എന്ന് പറഞ്ഞിട്ടുള്ള
ഇഷാനിയുടെ വാൾപേപ്പറാണ് ഓമിയുടെ ഫോട്ടോ. ആൻഡ് ഹൻസികയുടെ വാൾപേപ്പർ വിത്ത് ഓമിയുടെ ഫോട്ടോ അറ്റ് 12 മണി. ആൻഡ് വാൾപേപ്പർ ഓഫ് ദ ഡേ ദാറ്റ്സ് മൈ വാൾപേപ്പർ, ലൈക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിലൊന്നും അഹാന എന്ന് പറയുന്ന വ്യക്തിയില്ല. വേർ ഈസ് അഹാന എന്ന് പറയുന്ന ഒരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവും. എവിടെ അഹാന? ഐ ബിലീവ് ഈ കുട്ടി ജനിച്ച ആ ടൈം തൊട്ട് ടിൽ ഈ ഒരു വയസ്സ് വരെ, ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അന്നേ ദിവസം ഓർ തലേ ദിവസം വരെ കുട്ടിയുടെ ഓരോ മൂവ്മെൻറ്റ്സ്, ഓരോ ചലനം, ഓരോ ഗ്രോത്ത് സ്റ്റേജ് വരെ നല്ല അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് അഹാന എന്ന് പറയുന്ന ആൾ. ആൻഡ് അഹാന എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ഇന്ന് ഓമിയുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് ബാക്കി ഏത് പേജിലെ പോസ്റ്റ്, ഈവൻ ദിയയുടെ പേജിലെ പോസ്റ്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ എത്തി നോക്കുന്ന ഒരു പോസ്റ്റ് ഏതായി ചോദിച്ചിട്ടുണ്ട്, ഓഫ് കോഴ്സ് ഇറ്റ്സ് അഹാന. കാരണം അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതിലൊരു ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണ്. പക്ഷേ ആ അഹാനേൻ്റെ പേജ് ഇന്ന് രാവിലെ ഞാൻ നോക്കുന്നത് വരെ ഇറ്റ്സ് ബ്ലാങ്ക്, നോ സ്റ്റോറി, നോ പോസ്റ്റ്. അപ്പം ഇവിടെ എന്തോ ഒരു പ്രശ്നം അഹാനയും മേ ബി അഹാന മേ ബി വിത്ത് ദിയ ഓർ മേ ബി വിത്ത് അശ്വിൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ പറയാൻ തോന്നിയിട്ടുള്ളൊരു സാധനം, അഹാനയ്ക്ക് ഓഫ് കോഴ്സ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ദിയ ആയിട്ടും അശ്വിനായിട്ടുമാണ്. വൈ വിത്ത് ഒരു 1 year old ബേബി ഓമി? എന്തുകൊണ്ടാണ് അഹാന ഓമീനോട് എന്നുള്ളൊരു ചോദ്യം? ഏട്ടാ ഞാൻ അത് ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ, ഇവിടെ തന്നെ കിടക്കും. കുറേ നേരമായി ഞാൻ വീഡിയോ എടുക്കുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുക, കട്ട് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, കട്ട് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇത്തവണ ഞാൻ കട്ട് ചെയ്യുന്നില്ല, അവിടെ കിടക്കട്ടെ. ഒക്കെ അഹങ്കാരം എന്നാണ് പറഞ്ഞത്. ഓക്കെ ഫൈൻ, അത് എല്ലാവരുടെയും അഭിപ്രായമാണല്ലോ. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഉമ്മിയുടെ സ്റ്റോറിയോ ഉമ്മിയുടെ പോസ്റ്റോ അഹാന ഇടാത്തേ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി അഹാനയ്ക്ക് ഇൻ കേസ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ദിയയായിട്ടും അശ്വിനായിട്ടാണ്. എന്തിനാണത് ഓമീനോട് കാണിച്ചത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, ചെറിയ കുട്ടീൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്ന ഒരു എക്സ്പ്ലനേഷൻ, മേ ബി അഹാൻ ഇടുന്ന ഒരു പോസ്റ്റിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരാം. അപ്പോൾ ചിലപ്പോൾ ഓമിയുടെ ഒരു പോസ്റ്റിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം ഇതൊരു എക്സ്പ്ലനേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു എക്സ്പ്ലനേഷൻ ആവാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അഹാന കരുതുന്നത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടാൽ ചിലപ്പോൾ ദിയോ അശ്വിനോ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത കോൺട്രവേഴ്സി വരില്ല എന്ന് കരുതിയിട്ടാണ്. എടാ സിമ്പിൾ ആൻഡ് ഹംപിൾ, ആ കമൻറ്റ് ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു. അവിടെ വേറെ ചോദ്യമൊന്നും വരില്ല. ആകെ വരും എന്താ, അഹാന ഓമിൻ്റെ ബർത്ത്ഡേ പോസ്റ്റ് ഇട്ടു, കമൻറ്റ് ഓഫ് ചെയ്തിട്ട്. അതുപോലും ചെയ്തിട്ടില്ല. സോ തിങ്ക് അഹാന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരാളുടെ അടുത്തൊരു ദേഷ്യം തോന്നിയാൽ, വെറുപ്പ് തോന്നിയാൽ ഏത് എക്സ്ട്രീം വരെ പോകുന്നു. നമ്മളെല്ലാവരും പറഞ്ഞു ഏജ് ആയിട്ടുള്ള ഒരു അമ്മേൻ്റെ അടുത്താണ് അഹാന ഇങ്ങനെ പെരുമാറിയേ എന്നുള്ളത്. ഒരു കുഞ്ഞ് ബേബീൻ്റെ അടുത്ത് വരെ അവരുടെ ഫാമിലിയായി തെറ്റിയ സമയം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മേ ബി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അഹാന ഇടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു അപ്ഡേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ, ഓഫ് കോഴ്സ് നിങ്ങൾ ആ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആളുടെ ഏതൊരു ഫോളോവർ ഒരു സബ്സ്ക്രൈബർ ആൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു. ആ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അഹാന ആളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു സ്റ്റോറി, ആ സ്റ്റോറി ഇട്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആൾ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ആ സബ്സ്ക്രൈബർ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്റ്റോറി എത്തി. നമുക്ക് ആ സ്റ്റോറിയിലോട്ട് പോകാം. ലെറ്റ് സ്റ്റാർട്ട്. അഹാന കൃഷ്ണ 8 മിനിറ്റ് എഗോ എപ്പോഴും ഇട്ടപ്പോൾ ഉള്ള സ്റ്റോറി. ഇപ്പം പറഞ്ഞിരിക്കുന്നുണ്ടാവില്ലേ. എ ന്യൂ പെർഫോമൻസ് വീഡിയോ ഹാസ് കം അപ്പ്. We have better things in life other than putting a new 50-minute video countering the new set of line. What a disgrace. അപ്പം ഇവിടെ അഹാന ഉദ്ദേശിച്ചത് തൻവി ഇട്ട വീഡിയോനെയാണ് പറഞ്ഞത്. പുതിയൊരു പെർഫോമൻസ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണികളുണ്ട്, അല്ലാണ്ട് ഇതിട്ട് നടക്കലല്ല എന്ന്. പക്ഷേ അഹാനയും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഈ അഹാനയിൽ പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ അറിയോ, അഹാനയ്ക്ക് എന്തും ചെയ്യാം, അതിന് അഹാനയ്ക്ക് അഹാനേൻ്റെതായ ഒരു ന്യായീകരണമുണ്ട്. പക്ഷേ ബാക്കിയുള്ള വ്യക്തികൾ ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരം കളിയാക്കൽ, ഭയങ്കരം പുച്ഛം, ഒരു എക്സ്ട്രീം അവരെ അങ്ങൊരു തരം താഴ്ത്തുക. ഇപ്പോൾ 15 മിനിറ്റ്സ് വീഡിയോ തൻവി ഇട്ടിട്ടുണ്ടെങ്കിൽ ദാദാ 15 മിനിറ്റ്സ് വീഡിയോ അഹാന ഇട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഹാവിങ് യുവർ ഫാമിലി ഇഷ്യൂ പുൾഡ് ഔട്ട് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ഡിസ്കസ് ലൈക്ക് ദിസ്. അത് അഹാനയും ചെയ്തു. ആ തൻവി ഒരൊറ്റ വീഡിയോയാണ് ഇട്ടത്. ആ വീഡിയോ ഒന്ന് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തപ്പം എൻ്റെ അമ്മമ്മ പ്രോബ്ലമാറ്റിക് ആണ്, എൻ്റെ അമ്മമ്മ പാത്രങ്ങൾ വെറുക്കാൻ സമ്മതിക്കില്ല, എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മേനെ അങ്ങനെ ചെയ്തു, എൻ്റെ അമ്മ ഒരു വാവ അമ്മയാന്ന് കൊണ്ട് നിങ്ങളുടെ കുടുംബകഥ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിളമ്പിയത് ആരാണ്? അഹാനയാണ്.
അതിനുശേഷമാണ് തൻവി വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, well, I think it's better to not call them family. It's a kind of behavior they are doing. Lies, 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 lies and more lies. അവരല്ലെങ്കിൽ ഇപ്പോൾ അഹാനേനെ ഫാമിലി ആയി വിളിക്കണം എന്നൊന്നും അവർ പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ വ്ളോഗും അതും ഇതൊക്കെ ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അവരാഗ്രഹിക്കുന്നില്ല. ഐ തിങ്ക് ദേ ആർ നോട്ട്. കാരണം അവരെവിടെയെങ്കിലും വന്ന് അഹാനെ എന്നെ വീട്ടിൽ കയറ്റു, അമ്മമ്മയെ എന്നെ വീട്ടിൽ കയറ്റു, അമ്മമ്മ എന്നെ വീട്ടിൽ കയറ്റു, അല്ലെ മോളെ നീ എന്നെ എൻ്റെ കല്യാണത്തിന് ഇല്ല, കല്യാണത്തിന് വരണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല മോളേതാ. അപ്പം ഐ ഡോണ്ട് തിങ്ക് ലൈസ് 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 ആൻഡ് മോർ ലൈസ് ആൻഡ് ദ ബെസ്റ്റ് ആക്ടർ വി ഹാവ് എവർ നോൺ. വി ആർ ഡൺ വിത്ത് ദ നോൺസെൻസ് ആസ് ആൻ ഓഡിയൻസ്. യു കുഡ് ചൂസ് വോട്ട് യു വാണ്ട് ടു ഡു. വി ഹാവ് അതർ തിങ്സ് ടു ഡു ഇൻ ലൈഫ് ദാൻ എൻഗേജ് ഇൻ ദീസ് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട്. ലൈസ് 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 എന്ന് അഹാന പറയുന്ന പോലെ തന്നെ അഹാനേൻ്റെ വീഡിയോനും ലൈസ് 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 എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഈ അമ്മമ്മ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു. അമ്മമ്മ ചാറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടെങ്കിലും അമ്മമ്മ കാണിച്ചു. എന്നിട്ടാണ് അമ്മമ്മ സംസാരിച്ചത്. അഹാന ഒന്നും കാണിച്ചിട്ടില്ല. അഹാന പെട്ടെന്ന് അത്രയും ദിവസം അമ്മമ്മയ്ക്ക് ഓവൻ വാങ്ങുന്നു, എന്തൊക്കെ കുന്ത്രണ്ടങ്ങൾ വാങ്ങുന്നു, അമ്മമ്മേനെ കൂട്ടി ഓലന് പോകുന്നു, അമ്മമ്മയ്ക്ക് അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു, കഞ്ഞി വിളമ്പുന്നു, നെയ്ച്ചോറുണ്ടാക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു ദിവസം വന്നിട്ട് മൈ അമ്മമ്മ ഈസ് എ പ്രോബ്ലമാറ്റിക് ലേഡി പറയുമ്പോൾ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? തീരെ വിശ്വസിക്കാൻ പറ്റാത്ത അഹാനേൻ്റെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അഹാന എന്തെങ്കിലുമൊക്കെ തെളിവ് കാണിച്ചാലല്ലേ നമുക്ക് അമ്മമ്മയെ ശരിക്കും സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഇത് ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് ഉദ്ദേശിച്ചത് തൻവീനെയാണ്. എടാ തൻവി എന്തായാലും അഹാനേൻ്റെ അത്ര റീച്ചില്ല. അഹാനേൻ്റെ ബേസിസിൽ തന്നെയാണ് തൻവീക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയത്. അതൊക്കെ ഞാൻ ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി, കംപ്ലീറ്റ്ലി അഗ്രി. പക്ഷേ ഇപ്പം കുറച്ച് മുമ്പ് വരെ തൻവിക്ക് റീച്ച് ഉണ്ടായിരുന്നു. തൻവീൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലെടുത്ത ഒരു റീൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. ഓർമ്മയുണ്ടോ അറിയില്ല. പ്രഗ്നൻസിക്ക് ശേഷമുള്ള കണ്ടൻറ്റുകൾ, തൻവി കാനഡയിൽ നിന്ന് ഇട്ട കണ്ടൻറ്റ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാ. അപ്പോൾ ഒരു ബേസ് നിങ്ങൾ കൊടുത്തു എന്നേ ഉള്ളൂ. അതിന് ശേഷം ആളുടെ എഫോർട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു റീച്ച്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇട്ട് ഒരു റീച്ച് ഐ ഡോണ്ട് തിങ്ക് സോ. My unfortunate grandmother favorite hobby, naming each grandchild best and worst at each one. I have at least 15 videos of her saying that I am the only one she like. And the sad reason for it, I was the one who would exorbitantly spend for her, take her to the place and buy her thing. ആദ്യം തന്നെ ആൾ പറഞ്ഞത് അമ്മമ്മയുടെ ഒരു ബേസിക് സ്വഭാവമാണ് ഇഷ്ട പറയുക, പിന്നെ ഇഷ്ടമല്ല പറയുക, ഇഷ്ട പറയുക, ഇഷ്ടമല്ല പറയുക. അപ്പോൾ അഹാനേനെ ഒരുപാട് തവണ ഇഷ്ട പറഞ്ഞു, ഇഷ്ടമല്ല. എടാ നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ മോശമെന്ന് പറയും. ഇത്രയും കാലം അഹാനേനെ എല്ലാവരും സ്നേഹിച്ച് പുന്നാരിച്ചു വച്ചടോ. അമ്മേനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നൊരു മോള്, വീട്ടിന് വേണ്ടി ഇത്രത്തോളം ഓർഗനൈസ്ഡ്, വീഡിയോ എഡിറ്റിംഗ്, ഇതിലൊക്കെ അഹാനേനെ പൊക്കി വെച്ചാൽ. പക്ഷെ അമ്മേനെ കയറി ബിച്ചേന്ന് വിളിച്ച സമയത്ത് ഒരാൾക്കും അഹാനേനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അഹാന നല്ല ചെയ്ത സമയങ്ങളിൽ ചിലപ്പോൾ അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളായിരിക്കാം അഹാന. പക്ഷെ എവിടെയാണോ അഹാനേൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മൂമ്മയ്ക്കൊരു വന്നു എന്ന് പറയുന്നതിൽ എന്തേ തെറ്റുണ്ടോ? ഓക്കെ, സിൻസ് ദ അതർ spend for her, take her to the place, buy her thing. That was her reason. Since the other kid were smaller and couldn't spend too much. That a person she is. You give her 1 kg of apple, she will forget everything else everyone has done till and praise you. ഇത് വളരെ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നു. ഈ ഒരു സാധനം കണ്ട സമയം മാത്രമാണ് എനിക്ക് ഈ സ്റ്റോറി എടുത്തൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. അതിനതിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ഞാനാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഏജ് കുറവായതുകൊണ്ട്. അപ്പം അമ്മൂമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അപ്പം തന്നെ അമ്മൂമ്മ എന്ത് ചെയ്യും, അവരെ സൈഡിലോട്ട് പോകുമെന്ന്. എന്ന് വെച്ചാൽ 1 കിലോ ആപ്പിൾ വാങ്ങിയാൽ മതി, അവരവരുടെ അഭിപ്രായം വിട്ട് നമ്മുടെ സൈഡിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, 1 കിലോ ആപ്പിൾ കയറ്റുമെന്ന് അമ്മമ്മേൻ്റെ അടുത്ത് പോയി നോക്ക്. ചിലപ്പം അമ്മമ്മ വന്നിട്ട് തൻവിയാണ് എന്നെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാലോ, കണക്ക് പറയാം. ഓക്കെ. And now I have suddenly become the worst. Why? Because I dare to question her wrongdoing. That doesn't mean my sisters like her any better. As the elder child, I was always me questioning her nonsense, and so naturally I am the villain, right? അത് എനിക്കറിയില്ല. പക്ഷേ തെറ്റുകൾ ചെയ്ത് നമ്മളൊരു അമ്മൂമ്മേനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് അഹാനയാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഏജുള്ള സിസ്റ്റർ, കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള, കുറച്ചും കൂടെ ക്യാഷ് ഉണ്ടാക്കുന്ന, കുറച്ചും കൂടെ ഒരു ലോകവിവരമുള്ള. ഓക്കെ ഫൈൻ. എന്നാലും എടാ അമ്മമ്മേനോട് ചോദിക്കുന്നതിന് മോളെ ഒരു രീതിയില്ലേ, മോള് ചോദിക്കുക. തെറ്റുകളൊക്കെ അഹാന കൃഷ്ണയ്ക്ക് ചോദിക്കുക. പക്ഷെ ഒരു രീതി, ആ രീതി ഇവിടെ മിസ് ചെയ്തു.
And coming to Tanvi, oh my god. If she hated her mother so much, why was she hanging out with them every time she needed to get something done for them? Even her first flight to Canada was from Bangalore. When she needs something, her mother is good. Otherwise, she is fraud. How convenient. My mother's sister never abandoned Tanvi. Tanvi lived with Chinnamma initially. Later, her dad forcefully shifted her to school near to the home, then to Abu Dhabi. After his passing, she lived in Chinnamma and my grandmother again. A few years later, when my grandparents moved back to Kerala, Tanvi just moved with them, much against my Chinnamma wanting her to study in Bangalore. For the sheer freedom a teenager would get when you live with two grandparents who can easily be fooled. With Chinnamma, she would have had to share apartment with Chinnamma, her husband, and Tanvi's brother. With my grandparents, she got to live in a huge house and have so many bedrooms all of herself. Tanvi also has pulled herself away from her mom for reason to benefit her. As silly it sounds, this is the truth. Everything else is just fake narrative that were either built or fed into Tanvi. ഇപ്പോൾ ഉദ്ദേശിച്ചത് തൻവി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അമ്മ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. തൻവി എന്ന് പറഞ്ഞാൽ ഒരു അവസരവാദിയാണ് എന്നാണ് പറയുന്നത്. അവസരവാദി എന്ന് വെച്ചാൽ തൻവിക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ തൻവി ആ വ്യക്തിയുടെ അടുത്ത് പോകും, ആ വ്യക്തിയായിട്ട് അടിപൊളിയായി നിൽക്കും. തൻവിക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ ആ വ്യക്തിനെ കുറ്റം പറയും. അപ്പോൾ ചിന്നമ്മ അവൾ ആദ്യമായിട്ട് കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് ചിന്നമ്മ മീൻസ് തൻവിയുടെ അമ്മേൻ്റെ കൂടെയാണ് നിന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും. പിന്നെ പറഞ്ഞ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിൽ ഒരു പല എക്സ്ട്രീം ഉണ്ട്. തൻവി ഫാദറിൻ്റെ കൂടെ പോയി, ഫാദർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ അമ്മമ്മേനെയും അമ്മച്ചൻ്റെയും കൂടെ നിൽക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ആൾക്കാരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അമ്മേൻ്റെ കൂടെയും അല്ലെങ്കിൽ സെക്കൻഡ് ഫാദർ അച്ഛൻ്റെ കൂടെയും പിന്നെ ബ്രദേഴ്സിൻ്റെ കൂടെ നിന്നാലും അവിടെ ഒരു ഓവർ കെയർ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഗ്രാൻഡ് പാരൻസ് ആകുമ്പോൾ അവർ ഈസിലി പറ്റിക്കാം, അതാണ് പറഞ്ഞത്, ഈസിലി ഫൂട്ട്. പിന്നെ 5 ബെഡ്റൂമുള്ള വീടായതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് വേണ്ട തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ നിന്നത് എന്നൊക്കെയാണ് അഹാന പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം എടുത്ത് വായിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്തിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ഫോർ വാട്ട് റീസൺ അഹാന ഒരാളുടെ അടുത്തൊരു ഒരു ഗ്രഡ്ജ് തോന്നുമ്പം ഏത് രീതിയിലാണ് ആ കഥേനെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ ആലോചിക്കുന്നത്. ഈ ഒരൊറ്റ സ്റ്റോറീനെ ഒരു എക്സ്ട്രീം ലെവലിലാണ് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് വളച്ച് ഒടിച്ച് തിരിച്ച് കമത്തി ഒരു ബോളാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടെ. വൈ? അമ്മയിൽ നിന്ന് അകലാൻ കാരണം ഫ്രീഡം കിട്ടി, 5 ബെഡ്റൂമിൻ്റെ ഉള്ളിൽ. ഈ ആറ്റിറ്റ്യൂഡൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തൻവിക്ക് ചിലപ്പോൾ സെക്കൻഡ് മദറിൻ്റെ അടുത്ത് നിൽക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിലോ, സെക്കൻഡ് ഫാദറിൻ്റെ അടുത്ത് നിൽക്കാൻ കംഫർട്ടബിൾ അല്ലെങ്കിലോ, സെക്കൻഡ് ഫാദർ വരുമ്പോൾ മദറിൻ്റെ ആറ്റിറ്റ്യൂഡിലൊരു ഡിഫറൻസ് വന്നാലോ, മദർ ഒരു ഓവർ കെയർ ബ്രദറിന് കൊടുക്കുന്നത് കണ്ട് ഹേർട്ട്, ഇങ്ങനത്തെ പല റീസൺസ് ഉണ്ടാവും. ഹൗ ക്യാൻ ഷീ സേ ദാറ്റ് ഒരു ടീനേജർ ഗേൾ തിരഞ്ഞെടുക്കുക അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെയും കൂടെയാണ്, എന്നാൽ മാത്രമേ അവൾക്ക് ഫ്രീഡം കിട്ടൂ എന്നുള്ളത് ആനയ്ക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരു ടീനേജർ ഗേളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവരെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ടീനേജ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഒറ്റയ്ക്ക് ചെയ്യും. അല്ലാത്ത ടൈമിൽ നമ്മളെപ്പോഴും അവരിൽ ഡിപ്പെൻഡഡാണ്. ആൻഡ് ഹൗ ക്യാൻ ഷീ സേ ദാറ്റ്? ഇത് എന്ത് മറുപടി? ഇഫ് യു പുട്ട് ഔട്ട് ദ വീഡിയോ ആൻഡ് ഓഡിയോസ് ആൻഡ് മെസ്സേജ് വി ഹാവ് വിത്ത് us like Tanvi, they cannot even stop out in public. But even if we choose to do so, what's the difference between us and them? This for us in the end of absolutely unfortunate atrocity. ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ ഓഡിയോ ഇട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കി പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞും കഴിഞ്ഞു, തോന്നിവാസവും പറഞ്ഞു. ഇനിയിപ്പോൾ ഓഡിയോ ഇടാത്തതുകൊണ്ട് എന്താ കാര്യം? ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ അടുത്തിട്ട ഒരു സാധനം കേട്ടോ, 6 മിനിറ്റ് മുമ്പ്, എ ന്യൂ സെറ്റ് ഓഫ് ലൈൻസ്. ഇഫ് ആൻ ഏജ് പേഴ്സൺ കംസ് ആൻഡ് സേ എനിത്തിങ് ഇറ്റ് ജസ്റ്റ് ബിക്കം ട്രൂ. അങ്ങനെ പറയുന്നില്ല, പക്ഷേ ഏജ് ആയ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ടടാ. ഇപ്പോൾ ഇയാളുടെ അമ്മമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ക്ലെയിം ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിൽ എവിടേക്കോ കുറച്ച് നുണയൊക്കെ ഉണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഷേജായ വ്യക്തി അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഒരു 4ാം ക്ലാസ്സിലുള്ള കുട്ടി അഹാനേനെ കയറി ബിച്ചസ് എന്ന് വിളിച്ചാൽ ഹൗ യു റിയാക്ട്? ഈ ഒരു സാധനത്തിനോട് നമുക്ക് യോജിക്കാൻ ഒട്ടും സാധിച്ചിട്ടില്ല. ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ ആൻഡ് ഞങ്ങൾ അഹാനയുടെ തെളിവ് കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, just 1 question. When Tanvi decided to stood so low and show chat and message, which happened after my grandmother said certain thing, why did you not put those 2 videos that your grandmother sent me? There are 2 videos which I have sent Tanvi months ago.
which contains things that no human being should say to their grandchildren. Ever, when Tanvi was being so transparent, why did she choose to avoid just those two audio? That could have given a clear picture about them. അപ്പം ഇവിടെ ചോദിച്ച ഈ ഒരു പോയിന്റ് വാസ് എ വാലിഡ് പോയിന്റ്. ഇപ്പോൾ അഹാന വാലിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്തുകൊണ്ട് 2 ഓഡിയോ കാണിച്ചില്ല? സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ആ തെറ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചിട്ട് അവർക്ക് തെറിവിളി കേൾക്കാൻ അവർക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് അവർ കാണിച്ചില്ല. അവർക്ക് അവരുടെ സൈഡ് കാണിച്ചാൽ മതി. അവർ ആ ഓഡിയോ കേൾക്കാത്തടത്തോളം കാലം ഞങ്ങൾക്ക് കയറി അമ്മൂമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. ആ ഓഡിയോ ഞങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും. അമ്മൂമ്മ എന്തിനാണ് ഒരു പാവപ്പെട്ട കുട്ടിയുടെ അടുത്ത് അമ്മൂമ്മ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞേ എന്ന് ചോദിക്കാം. കേൾക്കാത്തടത്തോളം കാലം അറിയില്ല. അഹാനയും കാണിക്കുന്നില്ല, അവരും കാണിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അവർ കാണിച്ചതാണ് അഹാന കോളിങ് ആൻ ഓൾ ഏജ് ലേഡി ബിച്ച്. അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ വിളിക്കണമെങ്കിൽ അതിന് മാത്രമുള്ളൊരു സാധനം ആ ഓഡിയോയിലുണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 50% ഓഫ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. അത് അഹാനയും കേൾപ്പിച്ചില്ല, അവരും കേൾപ്പിച്ചില്ല. അവരൊരിക്കലും കേൾപ്പിക്കില്ല. കോമൺ സെൻസിൽ ആലോചിച്ചാൽ അറിയാം, കാരണം അവർക്ക് പണി കിട്ടുന്ന സാധനമല്ലേ. എവറിത്തിങ് ഐ ഹാവ് സെഡ് ദാറ്റ് ഹാവ് ബീൻ എ റെസ്പോൺസ് ടു ദാറ്റ്. വൈ ഷോ ജസ്റ്റ് ദ റെസ്പോൺസ് വിത്തൗട്ട് ഷോയിങ് വാട്ട് ആക്ച്വലി ട്രിഗേർഡ് ദ റെസ്പോൺസ് ഈസ് ഇൻ ദാറ്റ് അൺഫെയർ. അത് കാണിക്കേണ്ടത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ബിച്ചസ് എന്ന് പറയുന്ന ഒരു സാധനം അഹാനയ്ക്ക് എഗെയിൻസ്റ്റ് വരുമ്പോൾ വൈ ഐ കോൾഡ് അമ്മൂമ്മ ബിച്ചസ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി, നോട്ട് ദെയർ റെസ്പോൺസിബിലിറ്റി. My grandfather has heard them. He had tears when he heard it. അതറിയില്ല. We didn't get the proof. After that incident, I'm sorry. I cannot be respectful with my grandmother. It doesn't matter if that person opposite to older me or younger to me. Okay, fine. റെസ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മൾ ആരും റെസ്പെക്റ്റ് ചെയ്യണം, വിളിച്ചു കൊണ്ടുവരണം, വീട്ടിൽ നിർത്തണം, നോക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യേണ്ട. We have a million things to say. We have proof for everything. But we choose to hold our dignity and keep silent hereafter. If you want to hate me based on what I said, please do. I know why I said what I said. I know, and I don't have to be sorry about it. We will not speak on this hereafter, provided Tanvi doesn't stop further down and leave us with no choice. Like I said in my earlier video, if any of you met in person, come and talk to me. I will play out the audio for you. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ അഹാനെ കൃഷ്ണനെ കാണാൻ പോകുന്നില്ല. കാണാൻ പോവുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് ആ ഓഡിയോ കേൾക്കായിരുന്നു. കാരണം ഒരു അമ്മൂമ്മേൻ്റെ മുഖത്ത് നോക്കി ഒരു ബിച്ച് എന്ന് വിളിക്കാൻ മാത്രം ആ ഓഡിയോയിൽ എന്താണെന്നുള്ള എടാ അഹാന പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നു. അഹാനയോട് ഇത്ര മോശമായി പെരുമാറുന്ന അമ്മൂമ്മേനെ തലയിൽ കയറ്റി വെക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എടാ എന്താണ് പറഞ്ഞത് എന്നറിയാത്തടത്തോളം കാലം, എന്താ പറഞ്ഞത് എന്ന് അഹാന പറയാത്തടത്തോളം കാലം, ഓഡിയോ പ്ലേ ചെയ്യാത്തടത്തോളം കാലം ഈ മാസീവ് അറ്റാക്ക് അഹാനേൻ്റെ എഗെയിൻസ്റ്റ് തന്നെ വരും. ബിക്കോസ് അവർ കുറേ പ്രൂഫ് കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇനി വേറൊരു സാധനം കേൾപ്പിച്ചു തരാം. അമ്മൂമ്മയെ മാത്രമല്ല, സ്വന്തം സഹോദരി ദിയ കൃഷ്ണയെയും വർഷങ്ങൾക്ക് മുൻപ് വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആളാണ് കുടുംബസ്നേഹിയെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന അഹാനയെന്ന് റെഡിറ്റിൽ ചിലർ കുറിക്കുന്നുണ്ട്. ദിയുടെ മുൻ കാമുകന് അനിയത്തിയെ വ്യക്തിഹത്യ ചെയ്ത് അഹാന അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ അന്ന് കണ്ടപ്പോൾ അഹാനെ അത് ചെയ്തെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ആ ചാറ്റുകൾ കൂടുതൽ വിശ്വസനീയമാകുന്നുവെന്നും കെ ഫാമിലിയുടെ ഫോളോവേഴ്സ് റെഡിറ്റിൽ കുറിക്കുന്നുണ്ട്. ദിയ കൃഷ്ണയുടെ മുൻ കാമുകൻ അഹാനെ സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ച ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം ഇതുവരെയും അഹാന ചെയ്ത ഓരോ കാര്യങ്ങളും ആ ചാറ്റുകൾ കൂടുതൽ വിശ്വാസയോഗ്യം ആക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളതാണ്. സ്വന്തം അഭിപ്രായങ്ങളോട് യോജിക്കാത്തവരെ സഹിക്കാനാവാത്ത ആളും മറ്റുള്ളവരോട് നിരന്തരം അനാദരവോടെ പെരുമാറുന്ന ആളുമാണ് അഹാനയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചൊരു സാധനമാണ്. പക്ഷേ എന്നാൽ എനിക്ക് ഈ ഒരു സാധനം എടുത്ത് സംസാരിക്കാൻ മാത്രമുള്ള പ്രൂഫൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ യൂട്യൂബ് ഒരുവിധം കുറേ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ അന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തറിയാം. ഞാൻ ഇതൊക്കെ അടിച്ച് നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്ന ഇത് അടിച്ച് നോക്കിയ സമയത്തൊന്നും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചെറിയ ചെറിയ ന്യൂസുകൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പീസായി കണ്ടു. ഇതെന്താ സാധനം എന്നറിയില്ല. ഇതിൽ കൺവേ ചെയ്തത് ദിയേനെ കുറിച്ചിട്ട് ദിയേൻ്റെ ഏതോ പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിൻ്റെ അടുത്ത് കുറ്റമായി എന്തോ പറഞ്ഞു എന്നാണ്. അപ്പോൾ അഹാനയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നാണ് തെളിയിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രൂഫോ കാര്യങ്ങളോ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഈ അക്കൗണ്ടിൽ ഷെയർ ചെയ്യൂ. നമുക്കത് എന്താണെന്നുള്ളത് എടുത്ത് നോക്കാം. അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യണ്ടേ. പിന്നെ വേറൊരു വീഡിയോ ഞാൻ സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തായാലും ഇപ്പോൾ ചിക്കനും ചോറും കറിയും ഒക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരിക്കുകയാണ്, നല്ലൊരു ഭൂകമ്പം പൊട്ടിച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം തൻവിയും ഹാപ്പിയാണ്.
ബട്ട് കെ ഫാമിലി എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു കുടുംബത്തിനും ഇങ്ങനെ പ്രശ്നങ്ങൾ വരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതും സന്തോഷത്തോടു കൂടി നിൽക്കുന്നതും മേ ബി ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കവറപ്പ് ചെയ്യാൻ പോകുന്ന ഫോട്ടോസ് വീഡിയോസ് ഏതാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഭൂമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഒന്ന് ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്. മേ ബി അവരുടെ ഫാമിലിയിൽ ആദ്യത്തെ മെയിൽ ബേബി അവരേറ്റവും കൂടുതൽ പാമ്പർ ചെയ്ത ഒന്നും അല്ലാണ്ടായി. അപ്പം മീഡിയ എത്രത്തോളം ഒരാളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് റിയലൈസേഷൻ കിട്ടിയല്ലോ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വേണ്ട കാര്യങ്ങൾ പബ്ലിക് ആക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ബൈ. സോ ഇനി കത്തി അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ 2 കൊളീഗ് എന്നെ വിളിച്ചു ബത്തേരി എത്തിയിട്ട്. ഇനി ഞാനിവിടുന്ന് ഫുഡ് കഴിച്ച് വേണം പോകാൻ.